കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള സാധനം ഏതാ? നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത്, അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന പാമ്പ് എന്ന് പറയുന്നത് ഏതാ? ഈ സാധനമാണ്. ക്രൈറ്റ് എന്ന് പറയും. ക്രൈറ്റ് അല്ലെങ്കിൽ ശംഖുവരൻ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇത് നല്ല മാരകമായ വിഷം ഉള്ള ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്, ഈ ശംഖുവരൻ എന്ന് പറയുന്നത്. നല്ല മാരകമായ വിഷമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കടിക്കുന്ന പാമ്പ് ഏത് തന്നെയായിരിക്കും സ്വാഭാവികമായി? ഇതാണ്. ഇപ്പൊ നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് ചെയ്യരുത് എന്ന് ആദ്യം അറിയണം. അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവർക്കും ഒരു ധാരണയില്ലാത്തൊരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വേണ്ടാത്ത പല പരിപാടികളും നമ്മുടെ ആൾക്കാർ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ പാമ്പ് കടിച്ചെന്ന് വെച്ചോ, നമ്മളെല്ലാവരും അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? ഒരു കെട്ട്, ഇല്ലേ? ഒരു മാരക കെട്ടാണത്. എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കെട്ടുകൊണ്ട്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞേ? ആ ബ്ലഡ് പാസ് ചെയ്യാതിരിക്കും. അതാണ് ഇപ്പൊ കുറഞ്ഞ്, ഇല്ലേ? ഇപ്പൊ ഒരുപാട് കുറഞ്ഞ്. ആരെയും അവബോധം ഉണ്ടായി. അതാണ് കാരണം. പേടി. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മള് പേടി എന്ന് പറഞ്ഞ പോലെ എല്ലാ രക്ഷയുണ്ടോ? പേടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റും എല്ലാ കാര്യം ഉണ്ടോ? ഇല്ല. പാമ്പ് കടി ഏറ്റവും പേടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? വലിയ പാടാണത്. നമ്മളത് നേരിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പോകണം. ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ട്? ഉണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യരുത് എന്നാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിലെ ഫസ്റ്റ് വണ്ണാണ്, നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി ആദ്യം കാണുമ്പോൾ നമ്മൾ അവരെ ഭയപ്പെടുത്തും. ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുത്തുന്നതല്ല, അങ്ങനെ ആയിപ്പോകുന്നതാണ്. എങ്ങനെയാ? വെപ്രാളം. നമ്മുടെ വെപ്രാളം. ഇപ്പം എന്നെ പാമ്പ് കടിച്ചു. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പൊ നിങ്ങളെ ആ വെപ്രാളവും ബഹളവും കൊണ്ടാണ് എനിക്ക് ഭയം വരുമോ? സ്വാഭാവികമാണ്, വരും. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നല്ലേ പട്ടി കടിക്കാൻ ഓടിച്ചാണെന്ന് പറഞ്ഞ കണക്കാ. ഓടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? പട്ടി, നമുക്ക് എല്ലാം അറിയാം. പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടരുത് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓടാതിരിക്കുമോ? പട്ടി കടിക്കാൻ വന്നാൽ നമ്മള് ഉസൈൻ ബോൾട്ടിനേക്കാൾ വേഗം നമ്മൾ ഓടും. അതിനകത്ത് യാതൊരു സംശയമില്ല, ഓടിയിരിക്കും. അപ്പൊ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ മാക്സിമം ഇവർ കേൾക്കാതെ വേണം പറയാൻ. അവരെന്ത് ചെയ്യരുത്? കേൾക്കരുത്. കാര്യം ഇവരുടെ അടുത്ത് മറ്റേ ആ വിപ്രാളം ഒന്നും കാണിക്കരുത്. പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ സമാധാനത്തോടുകൂടി രണ്ടാമതായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇവരെ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഏത് വാഹനത്തിൽ കൊണ്ടുപോകും. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ആംബുലൻസ് ഇടിക്കുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആംബുലൻസിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പേടി കൂടുതലല്ലേ? അത് ചെയ്യണ്ട, അതൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവരെ ഇരുത്തിയേ കൊണ്ടുപോകാവൂ. അവരൊക്കെ കിടക്കാൻ അനുവദിക്കരുത്, ഉറങ്ങാൻ അനുവദിക്കരുത്, നടക്കാൻ അനുവദിക്കരുത്, ഓടാൻ അനുവദിക്കരുത്. ഇതൊന്നും ചെയ്തുകൂടാ. എന്ത് ചെയ്യണം? ഇരുത്തണം. അവരെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? ചെയറിൽ ഇരുത്തുക. ഒരു ചെയറിൽ സമാധാനത്തോടെ ഇരുത്തുക. അത് കഴിഞ്ഞ് നമുക്ക് ലഭ്യമാവുന്ന ഏതാണോ അവിടുത്തെ വാഹനം, ചിലപ്പോൾ കാറായിരിക്കാം, ചിലപ്പോൾ ഓട്ടോ ആയിരിക്കാം, അതിലെന്ത് ചെയ്യുക? ആംബുലൻസിന് വേണ്ടി അത്ര സമയം കളയണോ? വേണ്ട. അത് രണ്ടാമത്തെ ഒരു കാര്യം പേടിയുമാണ്. ഭയങ്കര പേടിയല്ലേ? എന്ത് ചെയ്യുക? അവരെ നൈസായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർ കെട്ടിപ്പോരുത് ഹോസ്പിറ്റലിലോട്ട്. 2 പേര്, അതിനപ്പുറമൊന്നും വേണ്ട. 2-3 പേര് പോവുക. അവരെ ഇരുത്തി മാത്രം എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പല ആൾക്കാരും എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. ഈ മുറിവ് എന്ത് ചെയ്യും? വലുതാക്കും, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ബ്ലഡിനെ പ്രസ് ചെയ്ത് കുറേയൊക്കെ വെളിയിൽ കളയാൻ നോക്കും. ആൾക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? വിഷം അവിടെ കാണി ഇരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പമ്പ് ചെയ്ത് വെളിയിൽ കളയാം. നടക്കുന്ന കേസ് കിട്ടുമല്ലോ. നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഹൈ ആവുകയും ചെയ്യുന്നത്. 120-80 എന്ന് പറയുന്ന പ്രക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്കങ്ങ് 200-ലേക്കൊക്കെ. കാര്യം പേടി അത്രത്തോളം. നെഞ്ചിടിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറം നിന്ന് കേൾക്കാൻ പറ്റും. ആ രീതിയിലുള്ളതാണ്. അന്നേരം പിന്നെ സ്വാഭാവികമാണ്, ഇരച്ച് കയറും. അപ്പോൾ നമ്മൾ അതിനാണ് ഇരുത്തണം എന്നൊക്കെ പറയുന്നത്. ഇരുത്തി കഴിഞ്ഞാൽ എന്ത് കുറയും? നമ്മുടെ BP കുറയും, നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് പൊതുവെ താഴും. പക്ഷെ നടന്നു കഴിഞ്ഞാലും കൂടും, നിന്ന് കഴിഞ്ഞാലും കൂടും, കിടന്നു കഴിഞ്ഞാലും കൂടും, എന്ത് ചെയ്താലും കൂടും. പക്ഷെ എന്തിന് മാത്രം കുറവുണ്ട്? ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് താരതമ്യേന കുറവാണ്. അപ്പൊ അതിനാണ് ഇരുത്തണം എന്ന് പറയുന്നത്. ഉറങ്ങാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. പാമ്പ് കടി ഇട്ട് കഴിഞ്ഞാലുള്ള വേദന എങ്ങനെയുള്ള വേദനയായിരിക്കും? അത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആദ്യമേ സൂചി കുത്തുന്ന വേദനയാണ് ഫസ്റ്റ്. സൂചി കുത്തിക്കറത്തില്ലേ? ആ സൂചി കുത്തിക്കറുന്ന വേദനയും ഇത് പറഞ്ഞു കേട്ടുള്ള അറിവാണേ. പിന്നെ
അടുത്തതായിട്ട് കഴപ്പെന്ന് പറയത്തില്ല നമ്മൾ. കഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത കഴപ്പായിരിക്കുന്നതാണ്. ഇത് പാമ്പിൻ വിഷം നമ്മൾ കയറുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അതെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്, അത്ര ഇതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസിനെ ഇത് ബാധിക്കും. നമ്മുടെ സെൻസിനെയാണ് ആദ്യം ബാധിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ ചെവിയെ ബാധിക്കും. നമ്മുടെ ശരീരത്തിന് തുലനമില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എൻ്റെ ഏത് അവയവമാണ്? ചെവിയല്ലേ. നിങ്ങളെല്ലാവരും ഇരിക്കുന്നതിന് കാരണം എന്താണ്? ചെവിയല്ലേ. നമ്മുടെ തുലന നിലയെ നിർത്തുന്ന സാധനമാണ് ചെവി എന്ന് പറയുന്നത്. നിസ്സാര സാധനമാണോ? നമുക്ക് വലിയ വിലയില്ലെങ്കിലും ഇങ്ങനെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ എടുക്കാനോ പറ്റുമോ? ചെവി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷ. ഇത് ആദ്യം ബാധിക്കുന്ന ഏതിനെയാണ്? ചെവിയെ. കാര്യം പിന്നെന്ത് ചെയ്യാൻ പറ്റത്തില്ല, എണീറ്റ് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റത്തില്ല. ഇയറിനെ ബാധിക്കും. അടുത്തത് പിന്നെ കണ്ണിനെ. കണ്ണിനെ ബാധിക്കുന്ന അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത് രണ്ടായിട്ടായിരിക്കും. അതായത് എവിടെയാണ് ഒറിജിനൽ ആള് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പുറത്ത് നിൽക്കും ഇതേപോലെ ഒരാള്. കണ്ണിന്റെ പ്രതിബിംബത്തെ ബാധിക്കുന്നത്. പിന്നെയാണ് ഇത് ബ്രെയിനെയൊക്കെ ഓരോ വിധത്തേക്ക് വരുന്നത്, ബ്രെയിനിലേക്ക് കൂടുതലേക്ക് വരുന്നത്. ബ്രെയിനിലെ ബാധിച്ചിട്ടാണ് ഇതിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ എന്നാലും ചെവിയിലാണ് ആദ്യം കയറുന്നത്. ചെവിക്കകത്ത് നിന്ന് ബ്ലഡ് വരിക, മൂക്കിൽ നിന്നും ബ്ലഡ് വരിക, അതൊക്കെ ഇതിന്റെ അവസാന നിമിഷങ്ങളാണ്. പിന്നെ നമുക്ക് അന്നത്തേക്ക് ബോധാവസ്ഥയിലായി പോയി സംഗതി ക്ലോസാണ്. അതാണ് സംഭവം. അപ്പൊ നമ്മള് അവരെ വളരെ അനുനയത്തോടു കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുക. മുറിവ് വലുതാക്കാൻ നിൽക്കരുത്. പിന്നെ ഒരു കാരണവശാലും കെട്ടേണ്ട ഒരാവശ്യവും ഇല്ല. ഈ മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ത്? നമ്മളിവിടെ പാമ്പ് പിടിച്ചു, ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് നിന്ന് ഉള്ള ബ്ലഡ് താഴോട്ടിറങ്ങിയല്ലേ വരും. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ബ്ലഡ് ഒരേപോലെ എത്തണ്ടായി. ഇത്രയും ഭാഗത്ത് ബ്ലഡ് എത്തിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്നാലോചിച്ചു. ഈ ഭാഗം എന്ത് ചെയ്യേണ്ടി വരും? കുറിച്ച് കളയേണ്ടി വരും. ഒരു രക്ഷയില്ലല്ലാതെ. കാര്യം ഇവിടുത്തെ നെർവുകളെ എന്ത് ചെയ്യും? അത് പിടിച്ച് ഞെരുക്കും, കെട്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഏതിനെ ബാധിക്കും? ബ്രെയിനെ ബാധിക്കും. അവിടെയാണ് പ്രശ്നം. ബ്രെയിനെ തീരുമാനിക്കും, നമ്മുടെ ന്യൂറോൺസ് തീരുമാനിക്കും. അത് നമ്മുടെ സ്പൈനൽ കോഡിനെ ബാധിക്കും, അതായത് സുഷുമ്നാ നാഡിയെ ബാധിക്കും. സുഷുമ്നയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ കൈ ആയിരിക്കും. ഈ ഒരു കെട്ടിനെ തുടർന്ന് ചിലപ്പോൾ കൈ ഇല്ലാതാവാം നന്നായി. ചിലപ്പോൾ മറ്റേതെങ്കിലും അവയവങ്ങൾക്കായിരിക്കും. മെയിൻ ആർട്ടറിയിലെ മെയിൻ ഇതിലേക്കുള്ള നെർവുകളൊക്കെ ആയിരിക്കും വലിച്ചു മുറുക്കിയേക്കുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെ പ്രവർത്തനമുണ്ടോ അതെല്ലാം നിൽക്കും. പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് ഇപ്പം ചില ആൾക്കാർക്ക് പിന്നെ കെട്ടിയേ പറ്റൂ. ചില പാമ്പ് കടി ഏറ്റ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ചില മലയാളികളായിട്ടുള്ള പല ആൾക്കാർക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. ചിലത് എന്ത് ചെയ്തേ പറ്റൂ. ഒരു വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യുക, ഒരു കയറുണ്ടോ അല്ലെങ്കിൽ തുണിയുണ്ടോ, കയറൊന്നും ഉപയോഗിക്കേണ്ട, തുണി വെച്ച് വെറുതെ ഒന്ന് കെട്ടിയേക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിലൊന്നും ഒരു സയൻസിലും പറയുന്നില്ല ഈ കെട്ടണം എന്ന്. നമ്മളെന്ത് ചെയ്യാം? കെട്ടണ്ട. കെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവരുടെ സമാധാനത്തിന് വേണ്ടി കെട്ടുക. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആന്റിവെനം ലഭ്യമാണോ എന്നുള്ളത് കൃത്യമായി വിളിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക? എത്തിക്കുക. പിന്നെ ഇതിന്റെ കൂടെ ആരെ കൊണ്ടുപോകണ്ട? ബന്ധുക്കാരെയല്ല, പാമ്പിനെ കൊണ്ടുപോകണ്ട. പല ആൾക്കാർക്കുള്ള പ്രത്യേകത എന്തുവാ? തല്ലി കൊന്ന് അതിനെ അസ്ഥി കൂടെ ആക്കിട്ട് എന്ത് ചെയ്യുക? കെട്ടി തൂക്കി കവർന്നതിട്ട് അന്നേരം കൊണ്ടുവന്ന് ഡോക്ടറെ മുന്നിലേക്ക് വെക്കും. ഏത് പാമ്പാണെന്നറിയാം. ഇവനാണ് കടിച്ചത് എന്നുള്ളതാണ് സംഗതി. യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഇന്ന ആന്റിവനം, ആണലിക്ക് ഈ ആന്റിവനം, മൂർഖന് ഈ ആന്റിവനം എന്നൊരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല.